കൂട്ടുകാരെന്നാ പറയുന്നു? എല്ലാവർക്കും സുഖം തന്നെ. ഞാൻ ഇന്ന് ഒരു കൂട്ടാനുണ്ടാക്കാൻ പോവാണ്. മത്തങ്ങ പച്ചടി. അപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഞാൻ വെച്ച് ഒരു വീഡിയോ ഇട്ടേക്കാവുന്നു. അപ്പോൾ അത് തുടങ്ങാം. ഞാൻ മത്തങ്ങ വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അത് മത്തങ്ങ വേവിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഒരു പച്ചമുളക്, ജീരകം, ലാസ്റ്റിൽ കടുക് ചതയ്ക്കണം. പച്ചടിയല്ലേ, മത്തങ്ങ പച്ചടിയാകുമ്പോൾ നമ്മൾ കടുക് ചതയ്ക്കും. അപ്പോൾ ഇത് ഇത്രയും അരച്ചുകൊണ്ട് വരാമേ. അപ്പം നമുക്ക് ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് ഉടയ്ക്കാം. മത്തങ്ങയല്ലേ ഉടയ്ക്കാനകത്ത് കുറച്ച് നമ്മൾ എല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ വെള്ളം ആയിക്കഴിഞ്ഞാലേ ശരിയാവത്തില്ല. അപ്പം നമുക്ക് ഇനി അതിൻ്റെ അകത്ത് നമുക്കിനി തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങ, ജീരകം, കടുക് അരച്ചത്, ഇത്തിരി മുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ചേർക്കാം. അങ്ങോട്ട് ചേർത്ത് പച്ചടി, മത്തങ്ങ പച്ചടി. നമുക്ക് ശകലം ഉപ്പ് ചേർത്താൽ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ശകലം ഉപ്പ് ചേർക്കണമല്ലോ. ശകലമല്ല, അതിന് പാകത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ശർക്കര ഉരുക്കിയതിരിപ്പുണ്ട്. അതും ഞാൻ എല്ലാം ലാസ്റ്റ് ചേർക്കാനാണ്. ശർക്കര ചേർക്കും. പച്ചടി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ അടുത്തത് നമ്മൾ തൈര് കടഞ്ഞ് വെച്ചിട്ട് തൈര് ഇങ്ങനെ മിക്സിയിൽ തൈര് അടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് നമുക്കങ്ങ് കടുവും വറക്കാം. പച്ചടി എളുപ്പമുള്ള പണിയാണ്, വലിയ ജോലിയൊന്നുമില്ല. അതൊന്നും വെന്ത് കിട്ടിയ തൈരും തേങ്ങയും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ അത് ചേർത്തുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് തൈര് ചേർക്കാം. തൈരും ചേർക്കും. അപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്. തിളപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തൈരങ്ങ് പിരിഞ്ഞു പോകും. അതങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് കടുക് വറുക്കണം. നമുക്കിനി അടുത്ത് ഇത് ഓൾറെഡി ആയിക്കഴിഞ്ഞു, പച്ചടി ആയിക്കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ പച്ചടി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം. അതിനകത്ത് മുളകിടുക, കടുകിടുക, സ്വല്പം കരിവേപ്പില. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് പൊട്ടിച്ച് അതിനകത്തോട്ട് ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് ഒരു ശകലം ശർക്കര ഞാൻ എടുത്തോട്ട് വന്നു ചേർത്തില്ല. അപ്പോൾ ശർക്കര ഒഴിച്ചതാണ്, അതും കൂടെ ചേർത്തേക്കാം. നല്ല മധുരം ഇരിക്കട്ടെ, പച്ചടിയല്ലേ. അപ്പം നമ്മുടെ പച്ചടി റെഡിയാണ്. വേണമെങ്കിൽ ഒരു 2 ഉലുവയൊക്കെ ഇടാം. ഞാൻ പച്ചടിക്കാണ് അങ്ങനെ ഇടുന്നില്ല. അങ്ങനെ ഇത് വറുത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. മണം, അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത്
തെറ്റിപ്പോയതാ കൈ. എപ്പോഴും വിചാരിക്കും ഒരു ശബ്ദം ഇല്ലാതെ എടുക്കണം, പക്ഷെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തപ്പോഴോ പടോന്നിടും. അപ്പം എൻ്റെ പച്ചടി റെഡിയായി. കണ്ടില്ലേ, നല്ലൊരു പച്ചടി. ഇനി ഞാൻ അല്പം ഉപ്പും മധുരവും ഉണ്ടോ നോക്കട്ടെ. വേണമെങ്കിൽ ഇച്ചിരിയുടെ മധുരം ചേർക്കാം. ആ സൂപ്പർ മഞ്ഞ ടോപ്പിൻ്റെ കൂടെ മഞ്ഞപ്പച്ചടി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പറയണ്ടല്ലേ, എന്നും ഞാൻ പറയും, ഇഷ്ടമാണ് എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ എല്ലാം ചെയ്ത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് അഭിപ്രായം പറയുക. എൻ്റെ പച്ചടി എല്ലാവരും കണ്ടല്ലോ, ഇതാ പച്ചടി, മത്തങ്ങ പച്ചടി. ഓക്കെ, ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത ഇതിൽ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.